അന്തസ്സുള്ള തീരുമാനം, നട്ടലുള്ള തീരുമാനവുമായി എം.എ. ബേബി എന്ന നേതാവ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ത്യ സഖ്യത്തെ തകർക്കുന്നത് മുഴുവനും കോൺഗ്രസ് ആണെന്ന് കൂടെയുള്ള ഘടകകക്ഷികൾ നാഴികക്ക് 40 വട്ടം പറയുമ്പോ ബി.ജെ.പി. CPM ഡീൽ അകാരണമായി ഉന്നയിച്ചു. ഇന്ന് PM ശ്രീയെ UDF കോൺഗ്രസ് അനുകൂലിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ പ്രതിപക്ഷത്തിരുന്ന് ബി.ജെ.പി. CPM ഡീലാണ് PM ശ്രീയിലൂടെ പുറത്തു വരുന്നത് എന്ന നെറുകെട്ട വർത്തമാനം പറഞ്ഞതിനെതിരെ ഖാർഗെയ്ക്ക് കത്തയച്ച് നിലപാട് വ്യക്തമാക്കൂ എന്ന് പറഞ്ഞയാളുടെ പേര് എം.എ. ബേബി നിലപാട് പറയാൻ കത്തയച്ചിരിക്കുന്നു. നാളെ നടക്കുന്ന ഇന്ത്യ യോഗത്തിൽ CPM നേതാവ് എം.എ. ബേബി പങ്കെടുക്കില്ല എന്നതാണ്. CPI-യുടെ രാജ പങ്കെടുക്കും. എന്തിനാ പങ്കെടുക്കുന്നത്? കൃത്യമായി പ്രതിഷേധം മുഖത്തു നോക്കി പറയാൻ ഇടതു സംഘടനകൾ ആർജവത്തോടെ മുമ്പോട്ട് പോകുന്നു എന്നതാണ്. DMK ഇല്ല എന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യ യോഗത്തിന്. ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന് പറയുന്ന ജാർഖണ്ഡിലെ രാഷ്ട്രീയ പാർട്ടിയോട്, ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയോട് നിലപാടില്ലാത്ത മുന്നണി മര്യാദകളെ കാറ്റിൽ പറത്തുന്ന തീരുമാനമെടുത്തു. ഞങ്ങളും പങ്കെടുക്കില്ല എന്ന് അവർ പറയുന്നു. എന്താ കാരണം? രാജ്യസഭാ സീറ്റ് 2 ജാർഖണ്ഡിൽ. അതിൽ 2ലും മുക്തി മോർച്ച സ്ഥാനാർത്ഥികളെ നിർത്തി രാജ്യസഭാ അംഗത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കുമ്പോ ഒരാലോചന പോലും നടത്താതെ 2-1 സീറ്റിനെ സ്വന്തമായി ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് ആളെ നിർത്തി ആ മുക്തി മോർച്ചയുടെ അവകാശങ്ങളെ, അവരുടെ നിലപാടുകളെ ഇല്ലായ്മ ചെയ്യുന്ന പണി ചെയ്ത പാർട്ടിയുടെ പേരും കോൺഗ്രസ് എന്നാണ് എന്നുള്ളതാണ്. ഇങ്ങനെ മുഴുവനും തകർത്തുകൊണ്ടിരിക്കുന്നു ഇന്ത്യ മുന്നണിയെ. ആര്? കോൺഗ്രസ്, രാഹുൽ ഗാന്ധി. വേറൊരു സംശയവും അതിലില്ല എന്നാണ് മുഴുവൻ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളും പറയുന്നു എന്നുള്ളതാണ്. പിന്നെ കൃത്യമായി നിലപാട് അറിയേണ്ട കാര്യങ്ങൾ വീണ്ടും എണ്ണമിട്ട് പറയാ CPM ശക്തമായി. സതീശന്റെ ഭീകര മൗനമുണ്ട്. ഏതിൽ? PM ശ്രീ വിഷയത്തിൽ. അതുപോലെ തന്നെ ED റെയ്ഡ് നടത്തിയപ്പോ ദിവസങ്ങളോളം മിണ്ടേണ്ടി വന്നതുകൊണ്ട് മിണ്ടിപ്പോയ മുഖ്യമന്ത്രിയായി സതീശൻ മാറിയത്. രാഹുൽ ഗാന്ധി ഇന്നുവരെ അതിനെക്കുറിച്ച് ഒരു കമന്റ് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇത്തരം നിലപാടില്ലാതെ തോന്നുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുന്ന കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തിൽ പോയി ഇരിക്കേണ്ട എന്ന് തോന്നുന്നു. സ്വാഭാവികമായും നിലപാടുകളിൽ വെള്ളം ചേർക്കാത്ത CPM-നും CPM നേതാക്കൾക്കും. അതുകൊണ്ട് തന്നെയാണ് CPI-യുടെ രാജ പറയുന്നത്, ഞാൻ നേരിട്ട് പോയി പ്രതിഷേധം കൃത്യമായി മുഖത്തു നോക്കി പറഞ്ഞിറങ്ങി വരുമെന്നും പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ സഖ്യം എന്ന കൺസെപ്റ്റിനെ ഇല്ലാതാക്കി കളഞ്ഞു കോൺഗ്രസ് എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഭരണം കിട്ടാൻ, ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കാര്യങ്ങളെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാൻ നിൽക്കുമ്പോ, തിരിച്ചു വരാൻ കോൺഗ്രസ് ആഗ്രഹിക്കുമ്പോ ബി.ജെ.പിക്ക് മേലുള്ള കടന്നുകയറ്റമല്ല, ഇന്ത്യ സഖ്യത്തിലെ തന്നെയുള്ള പാർട്ടികളെ വെറുതെ വെള്ളം ചേർത്ത് അവരെ ബി.ജെ.പി ഡീല് എന്നുള്ള രീതിയിലെല്ലാം പറഞ്ഞ് ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകുന്ന രാഷ്ട്രീയ മര്യാദയില്ലായ്മ, ആ കേന്ദ്ര നേതൃത്വത്തിന്റെ രാഷ്ട്രീയ മര്യാദയില്ലായ്മ തന്നെയാണ് ഇന്ന് കേരളത്തിലെ സതീശൻ സർക്കാർ കൊണ്ടുപോകുന്നത് മുഴുവനും എന്നുള്ളതിൽ സംശയമില്ല. PM ശ്രീ വിഷയത്തിൽ, ED റെയ്ഡിൽ, അതുപോലെ തന്നെ IAS ഉദ്യോഗസ്ഥരായ N പ്രശാന്തിനെയും B അശോകിനെയും തിരിച്ചെടുത്തതിൽ, അങ്ങനെ മുഴുവൻ പകപോക്കലിൽ ഞങ്ങൾ കഴിഞ്ഞ കാലം മറക്കുന്നവരല്ല എന്ന് മുഖ്യമന്ത്രി പോലും മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പറഞ്ഞ് പകപോക്കൽ രാഷ്ട്രീയമാണ് നടക്കാൻ പോകുന്നത്, അല്ലാതെ രാഷ്ട്രീയ മര്യാദ, പ്രതിപക്ഷ മര്യാദയുള്ളതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട എന്ന് ഉറക്കെ പറഞ്ഞു പോകുമ്പോ ഇതിന്റെയൊക്കെ നേതാവായ രാഹുൽ ഗാന്ധിക്കൊപ്പം ഒരു ചർച്ചയ്ക്ക്, ഒരു യോഗത്തിനിരിക്കണ്ട എന്ന തീരുമാനം കൃത്യമായി ഈ നാട്ടിൽ എടുക്കുക, അത് LDF, CPI, CPM തന്നെ ആയിരിക്കും എന്നുള്ളതിലൊരു സംശയവുമില്ല.